ആക്സിയം 4 ദൗത്യസംഘം അല്പസമയത്തിനകം ഭൂമിയിലേക്ക് മടക്കയാത്ര തുടങ്ങുകയാണ്. ശുഭാംശു ശുക്ലയും സഹയാത്രികരും ഡ്രാഗൺ പേടകത്തിൽ പ്രവേശിച്ചു. 4:35 അൺഡോക്കിംഗ്. വിവരങ്ങളുമായി അജയ് സുധ ബിജു ചേരുന്നു. അജയ്, ബഹിരാകാശത്തൊരു ചരിത്രം പിറക്കുകയാണ്. ആ ചരിത്രത്തിന്റെ ഭാഗമാകാൻ ഒരു ഇന്ത്യൻ പൗരനുണ്ട് എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ബഹിരാകാശത്ത് ISS-ൽ താമസിച്ച് മടങ്ങിയെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ബഹുമതിയോടെയാണ് ശുഭാംശു ശുക്ല തിരിച്ചെത്തുന്നത്. ആ ദൃശ്യങ്ങൾ ലഭ്യമായി തുടങ്ങിയിരിക്കുന്നു 2:25 മുതൽ. ഇനി എന്തൊക്കെ ഘട്ടങ്ങളാണ് നമ്മൾ കാത്തിരിക്കുന്നത്? അത് ഏതൊക്കെ സമയത്താണുള്ളത്? ഇപ്പോൾ നിലവിൽ എല്ലാ ബഹിരാകാശ സഞ്ചാരികളും 4 യാത്രക്കാരും ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഡ്രാഗൺ പേടകത്തിന് അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഉദ്ദേശിച്ച സമയത്തിനേക്കാൾ ഏതാണ്ട് 10 മിനിറ്റ് നേരത്തെ തന്നെ അതിൻ്റെ വാതിലുകൾ ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നു. 3 മണിക്കാണ് ഇതിൻ്റെ പേടകത്തിൻ്റെ വാതിലുകൾ അടയ്ക്കുമെന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ നേരത്തെ തന്നെ ഇതിൻ്റെ വാതിലുകൾ അടച്ചു. ഇനി ഇതിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഏതാണ്ട് 1 മണിക്കൂറോളം സമയമെടുക്കും എന്നാണ് നിലവിൽ ഇപ്പോൾ ഗ്രൗണ്ട് സ്റ്റാഫ്, ഇപ്പോൾ കാലിഫോർണിയയിൽ നിന്നുള്ള ഗ്രൗണ്ട് പ്രതിനിധികളുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഇപ്പോൾ 4 മണിക്ക് ശേഷമാണ് അൺഡോക്കിംഗ് പ്രക്രിയ അത് ഘട്ടം ഘട്ടമായി ആരംഭിക്കുക. അത് 4 മണിക്ക് തുടങ്ങുന്ന ഈ അൺഡോക്കിംഗ് പ്രക്രിയ പൂർണ്ണമാകാൻ 4:35 എടുക്കും. 4:35 അൺഡോക്കിംഗ് പ്രക്രിയ പൂർണ്ണമായി ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഡ്രാഗൺ പേടകം പൂർണ്ണമായി വേർപെടും. അതിനുശേഷം ഇത് ഭൂമിയിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ്. ഭൂമിയിലേക്ക് ഇപ്പോൾ എങ്ങനെയാണോ ഇത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചെന്ന് ഡോക്ക് ചെയ്തത്, അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു തിരിച്ചുവരവെന്ന് പറയുന്നത്. അതായത് ഭൂമിയെ പലതവണ ഇത് ആദ്യം വലം വയ്ക്കും. പലതവണ വലം വെച്ചതിന് ശേഷം ഇത് ഘട്ടം ഘട്ടമായി ഇതിൻ്റെ ഒരു ഭ്രമണപഥം അത് താഴ്ത്തിക്കൊണ്ടുവന്നതിന് ശേഷം ഏകദേശം ഒരു 350 കിലോമീറ്റർ ഭൗമതലത്തിൽ നിന്ന് 350 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ അതിൻ്റെ വേഗത കുറയ്ക്കുന്ന ഒരു പ്രോസസ്സാണ് നടക്കാൻ പോകുന്നത്. ഇത് വേഗത കുറയ്ക്കുന്നതിനായി ഇതിൻ്റെ ത്രസ്റ്ററുകൾ, എഞ്ചിനുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ജ്വലിപ്പിച്ചുകൊണ്ടാണ് ഇതിൻ്റെ വേഗത കുറച്ചുകൊണ്ടുവരുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ജ്വലിപ്പിച്ച് വേഗത അത് ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ട് വരും. അത് വളരെയധികം വേഗതയിലായിരിക്കും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കൂടി ഉള്ളതിനാൽ അതിൻ്റെ ഒരു വേഗത എന്ന് പറയുന്നത് അത് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എഞ്ചിനുകൾ ജ്വലിപ്പിച്ചുകൊണ്ടാണ് വേഗത കുറച്ചു കൊണ്ടുവരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഈ താപനില ക്രമാതീതമായി വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഏകദേശം 2000 ഡിഗ്രി സെൽഷ്യസിന് മുകളിലോട്ടൊക്കെ താപനില ഈ പേടകത്തിന് പുറം വശത്ത് കൂടാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ പ്രത്യേക താപകവചം ഈ പേടകത്തെ സംരക്ഷിക്കും. ശേഷം ഇത് ഭൂമിയിലേക്കുള്ള ഒരു ഇറക്കമാണ്. നാളെ വൈകിട്ട് 3 മണിയോടുകൂടി ഇത് കാലിഫോർണിയയ്ക്ക് അടുത്തുള്ള പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. ചിലപ്പോൾ ഇത് നേരത്തെ ആകാനും സാധ്യതകളുണ്ട്. ഇപ്പോൾ ഡോർ ക്ലോസിംഗ് ഉൾപ്പെടെയുള്ള പ്രക്രിയകൾ അത് നേരത്തെ ആയിക്കഴിഞ്ഞു. ആക്സിയം സ്പേസിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണം ഇപ്പോൾ താൽക്കാലികമായി കട്ട് ചെയ്തിരിക്കുകയാണ്. ഉടൻ തന്നെ അതിൻ്റെ ആക്സിയം സ്പേസിൽ നിന്നുള്ള ഈ പേടകത്തിനകത്തെ തത്സമയ ദൃശ്യങ്ങളും ഉടൻ തന്നെ നമുക്ക് ലഭ്യമാകും എന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ്. മൊത്തത്തിൽ ഈ പരീക്ഷണ സംഘം 60ഓളം പരീക്ഷണങ്ങളാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നടത്തിയത്. ഇതിൽ ഇന്ത്യയുടേത് മാത്രമായിട്ടുള്ള പരീക്ഷണങ്ങളുണ്ട്. അവയിൽ നിന്ന് ഇനി നമുക്ക് നോക്കി അറിയാനുള്ള കണ്ടെത്തലുകളുണ്ട്. ഏകദേശം 380 പൗണ്ടോളം ഭാരം വരുന്ന വസ്തുക്കൾ അടങ്ങിയതാണ് ഇത് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇവ ഇനി ഭൂമിയിലെ അന്തരീക്ഷത്തിൽ, അതായത് ശുഭാംശു ശുക്ല ബഹിരാകാശത്തെ പ്രത്യേക കാലാവസ്ഥയിൽ ഇപ്പോൾ മുളപ്പിച്ചെടുത്ത വിത്തുകൾ, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, പ്രത്യേക ബാക്ടീരിയകളുടെ പരീക്ഷണം, അതുപോലെ തന്നെ ഇപ്പോൾ ശരീരത്തിലെ കോശങ്ങളുടെ മസിൽ സെൽസിൻ്റെ പിന്നെ ബോൺ സെൽസിൻ്റെ പരീക്ഷണം, ഇവയിലെല്ലാം നിന്ന് ലഭിച്ചിട്ടുള്ള സാമ്പിളുകൾ അത് ഭൂമിയിലെത്തിച്ച് ഇവിടുത്തെ സാഹചര്യത്തിൽ അത് വിവിധ തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും ഭാവിയിലത്തേക്കുള്ള ഇന്ത്യയുടെ സ്പേസ് മിഷനുകൾക്ക് ഒരു ഗുണകരം തന്നെയാകും. അടുത്ത വർഷമാണ് നമ്മുടെ ഗഗൻയാൻ പദ്ധതി അത് ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഇതിനൊക്കെ ഉൾപ്പെടെ നമ്മളെ സജ്ജമാക്കാൻ, പ്രത്യേകിച്ച് ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഉപകരണങ്ങൾ, കമ്പ്യൂട്ടർ സ്ക്രീനുകൾ, അതുപോലെ മറ്റ് കാര്യങ്ങൾ, ലൈഫ് ഇപ്പോൾ സപ്ലിമെൻ്ററി ആയിട്ടുള്ള ഉപകരണങ്ങൾ തുടങ്ങിയിട്ടുള്ളവ അത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുത്താതെ തദ്ദേശീയ
തദ്ദേശീയമായി തന്നെ നിർമ്മിച്ചെടുക്കാനാണ് ഇന്ത്യ പരമാവധി ശ്രമിക്കുന്നത്. ഇത് കാരണം നമുക്ക് ചെലവ് പരമാവധി കുറയ്ക്കാനും ഇത് കൂടുതൽ ഒരു നല്ല രീതിയിൽ നടത്താനുമാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. അതിന് തക്കവണ്ണമുള്ള പരീക്ഷണങ്ങൾ ഇത്തവണ നമ്മൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ബഹിരാകാശത്ത് വെച്ച് ഇപ്പോൾ ഊർജ്ജോൽപ്പന്നം